ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതെ, ഏത് വിധേനെ തീർക്കണം. അവനെ അവന്റെ ബോഡി വീട്ടിലെ സർവൻസ് ബാത്റൂമിൽ ഒളിപ്പിച്ചിരിക്കുക. അത് രാത്രിക്ക് രാത്രി തന്നെ മാറ്റണം. ചന്ദ്രു, എന്റെ അമ്മ. എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. മാധവേട്ടനോട് ഞാൻ പറഞ്ഞത്, മാധവേട്ടൻ കരഞ്ഞ് ഇവിടെ എല്ലാവരും തളർന്നു പോകുന്നു. അമ്മ ഐസിയുലാണല്ലോ കിടക്കുന്നത്. എല്ലാരും കൂടി ആശുപത്രിയിൽ നിൽക്കേണ്ട കാര്യമില്ല. മോനെ, നീ വന്ദനയും ചന്ദ്രയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. എല്ലാവരും പോയിക്കോ, ഇവിടെ ഞാൻ മാത്രം മതി. അത് ശരിയാവില്ല അച്ഛ. ഞാനും അമ്മ ഇവിടെ നിൽക്കാം. ആ, അച്ഛൻ പറഞ്ഞാണ് ശരി. എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഉറക്കമൊഴിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചു പറയും. ആ സുമിത്രേ, വാ ഇറങ്ങാൻ നോക്ക്. മാധവേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. അതെ, അമ്മ ഇവിടെ നിന്ന അച്ഛനതൊരു ധൈര്യമായിരിക്കും. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞില്ലേ. അച്ഛമ്മയെ പൊന്നു പോലെ നോക്കുന്ന ഈ അമ്മയ്ക്കറിയാം. എന്നാലും അത് ശരിയാവില്ല മോനെ. ഐസിയുയിൽ കിടക്കുന്ന അച്ഛമ്മയ്ക്ക് ഇവനെ പോലെ ബുദ്ധി ഉറയ്ക്കാത്ത ഒരുത്തൻ കൂട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, രാത്രിയിലെങ്ങാനും അച്ഛമ്മ തട്ടിപ്പോയാൽ ഫോണിലൂടെ കാര്യം വിളിച്ചു പറയാൻ പറ്റില്ല. അല്ല, ഊമയല്ലേ, ശബ്ദം പുറത്തു വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പ്രകാശേട്ടാ, എന്താ ഇതൊക്കെ? ഇതൊരു ആശുപത്രിയാണെന്നുള്ള ഓർമ്മ വേണം. ഇത് ആകാശവാണിയല്ല, ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നീ വാ, നമുക്ക് പോവാം. എന്ത് കാണാൻ നിക്കാടി? നിന്നോടല്ലേ വരാൻ പറഞ്ഞേ? ഇങ്ങോട്ട് നടക്ക്. ഇങ്ങനത്തെ ഒരു ചേട്ടൻ ലോകത്തൊരിടത്തും കാണില്ല. കൂട്ടത്തിൽ കൊള്ളിക്കാൻ പറ്റാത്ത ഒരാള്. നക്കിത്തരത്തിന് ഒരതിരുമില്ല. എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ പ്രകാശേട്ടൻ? നിങ്ങളുടെ ഏട്ടനല്ലേ, പോയി ചോദിക്ക് ഈ ഗുണം എങ്ങനെ കിട്ടിയെന്ന്.
അറിയാലോ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് വേണ്ടേ? നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതെ, ഏത് വിധേനയും തീർക്കണം. പിന്നെ അവന്റെ ബോഡി വീട്ടിലെ സർവൻസ് ബാത്റൂമിൽ ഒളിപ്പിച്ചിരിക്കുക. അത് രാത്രിക്ക് രാത്രി തന്നെ മാറ്റണം. ഓക്കെ? വിക്രമാകെ ടെൻഷനിലാണല്ലോ. എന്റെ ഭാര്യ അവസ്ഥയിൽ കിടക്കുമ്പോ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അത് ശരിയാ. അല്ല, ഏതോ ഒരു ബോഡിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതെ, മുത്തശ്ശിയും വർഷയും ഞാൻ ഒറ്റയ്ക്കല്ലേ ആംബുലൻസ് കയറ്റിയത്. ബോഡിയിൽ ഒരു കൊളുത്ത് വീണതുപോലെ. അപ്പോ ആംബുലൻസുകാർ സഹായിച്ചില്ലേ? സഹായിച്ചു, പക്ഷെ അവര് ജോലിക്കാരല്ലേ. ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത അവര് കാണിക്കൂ. അത് ശരിയാ. വിക്രം വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. അത് ടെൻഷന്റെയാ. എന്റെ വർഷം അവളിങ്ങനെ കിടക്കുമ്പോ വന്ദനേച്ചി ചെല്ല. അവിടെ നമ്മളിലൊരാൾ ഉണ്ടാവണം. കൊട്ടാരം